രാഷ്ട്രീയ മേഖലയിൽ ആക്റ്റീവായിട്ട് സ്ത്രീകളുള്ളൊരു മേഖലയാണ് കേരളം. കേരളത്തിലെ SFIയിലും KSUയിലും യൂത്ത് കോൺഗ്രസിലും DYFIയിലും CPIഎമ്മിലും ഒക്കെ ആയിട്ട് സ്ത്രീകൾ ആക്റ്റീവാണ്. സ്ത്രീകൾ എത്രത്തോളം സേഫാണ് ഈ മേഖലയിൽ? അതിനകത്ത് നമ്മൾ കാണേണ്ടത് അങ്ങനെ അല്ല എന്നൊരു പ്രതീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ കാരണം അടുത്തിടയ്ക്ക് കേരളത്തിനകത്തുണ്ടായ വലിയ സംഭവവികാസങ്ങളും കോളിളക്കങ്ങളുമാണ്. അതിനകത്ത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരാളെ രൂപപ്പെടുത്തേണ്ടതെന്നതാണ്. എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തേണ്ടതെന്നുള്ളതാണ്. സ്വാഭാവികമായി പല സ്ഥാനങ്ങളിലേക്ക് നമ്മൾ പലരെയും പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡം എന്താവണം? ഇപ്പോൾ ഞാൻ ഓർത്തെടുക്കുന്നത് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ശ്രീ എബിൻ വർക്കി, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. പൊതുവിൽ കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA ഈ പരാതിയുടെ പേരിൽ ഒഴിവാക്കപ്പെടുമ്പോൾ KSUവിൻ്റെ പ്രസിഡൻ്റായി പരിഗണിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നതാണ്. എബിൻ വർക്കിയുടെ തന്നെ ഒരു മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നെ മനസ്സിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ഞാൻ മാറ്റി നിർത്തപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ മാറ്റിയത്? എൻ്റെ മതമാണോ പ്രശ്നം എന്ന് ചോദിക്കേണ്ടി വരികയാണ്. എൻ്റെ മതമാണോ പ്രശ്നമെന്ന് ചോദിക്കേണ്ടി വരികയാണ്. അപ്പം അങ്ങനെ പരിഗണന വലതുപക്ഷത്തിനകത്ത് കൂടുതലാണ്. അത്തരം പരിഗണനകളുടെ ഭാഗമായി കടന്നു വരുമ്പോൾ കുറുക്കുവഴികളിലൂടെയാണ് പലരും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വലതുപക്ഷത്തിൻ്റെ ഭാഗം കടന്നു വരുന്നത്. അപ്പോൾ കുറുക്കുവഴികളിലൂടെ കടന്നു വരുന്നവർ സ്വാഭാവികമായി കുറുക്കുവഴികളിലൂടെയാണ് അധികം സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചില തെറ്റായ പ്രവണതകൾ, വാർത്തകൾ അടുത്ത കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിനോ മണ്ഡലത്തിനോ അംഗീകരിക്കാൻ കഴിയാത്ത വരുന്നത്. പക്ഷേ കേരളം അങ്ങനെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു പ്രദേശമാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ SFI സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഹു K അനുശ്രീ ആയിരുന്നു. സഹു K അനുശ്രീ ഈ സംസ്ഥാനത്ത് പോകാത്ത ഒരു ഏരിയ കമ്മിറ്റി ഇല്ല. സഹു K അനുശ്രീ ഈ സംസ്ഥാനത്ത് പോകാത്ത ക്യാമ്പസുകൾ വളരെ ചുരുക്കമാണ്. സഹു K അനുശ്രീക്കൊപ്പം ഒരാൾ യാത്ര ചെയ്തിട്ടില്ല, ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഞങ്ങളാരും അങ്ങനെ ആളും കൂട്ടി യാത്ര ചെയ്യുന്നവരല്ല. ഞങ്ങൾ എവിടെ പോകണമെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. പരമാവധി ഞങ്ങൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുക. പിന്നെ ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും, ഒരുമിച്ച് പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര, ട്രെയിനിലും ബസ്സിലാണ്. K അനുശ്രീയുടെ ഒരു പ്രത്യേകത, ട്രെയിൻ യാത്രയേക്കാൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. KSRTC ബസ്സാണ് K അനുശ്രീ കൂടുതലായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ബസ്സിലാണ്. ഒരു പെൺകുട്ടിക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും SFI വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ യാത്ര ചെയ്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്.